ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മാറ്റുഴ, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. 2022 അനുഗ്രഹത്തിൻ്റെ വർഷമാകട്ടെ, സമാധാനത്തിൻ്റെ സ്വസ്ഥതയുടെ വർഷമാകട്ടെ. ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാമേ. യെശയ്യാ 41:13 പറയാം, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. ഇത് പോരെ? അപ്പൊ എപ്പോഴും ഓർത്ത് ഓരോ പ്രശ്നത്തിൽ കിടന്ന് വിഷമിക്കുമ്പോൾ വചനം ഓർക്കണം. വചനം എന്ന വാളെടുത്ത് വെട്ടണം. യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കാൻ പിശാച് മരുഭൂമിയിൽ കൊണ്ടുപോയി. യേശുമ്പരാൻ വചനം എന്ന വാളെടുത്ത് വെട്ടിയാണ് പിശാചിനെ തോൽപ്പിച്ചത്. അപ്പോൾ ആ വചനം എന്ന വാളെടുത്ത് വെട്ടണം. അപ്പോൾ യേശുമ്പരാന്റെ കൃപയാൽ നമ്മൾ എപ്പോഴും വചനത്തിൽ ബലപ്പെടണം. ക്രിസ്ത്യൻ എന്ന് പറഞ്ഞൊന്നും കാര്യമില്ല, യേശു എന്ന് പറഞ്ഞ വചനാണ്. അല്ലാണ്ട് ഒരു പ്രതിമയുടെ മുമ്പിൽ മനുഷ്യനായിട്ടുണ്ടായിരിക്കുന്ന ഒരു പ്രതിമ ദൈവമല്ല. എങ്ങനെ ദൈവമായിട്ട് ആരാധിക്കുന്ന ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ? ബൈബിളിനെതിരായിട്ട് എന്തിനാണ് പോയി കുമ്പറണതൊക്കെ? അതിപ്പോൾ എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു. അപ്പം ഞാനിതൊക്കെ ചെയ്തേക്കണേ വ്യർത്ഥമാണ്. നമ്മൾ മാറിയാലേ നമ്മുടെ അവസ്ഥ മാറുള്ളൂ. നമ്മുടെ ജഡസ്വഭാവമൊക്കെ മരിച്ച് നമ്മൾ ക്രിസ്തു യേശുവിൻ്റെ ദിവ്യ സ്വഭാവമായ ലോകത്തിന് നമ്മൾ അനുഗ്രഹമാകും, വീടിന് അനുഗ്രഹമാകും, മക്കൾക്ക് അനുഗ്രഹമാകും. അനുഗ്രഹിക്കപ്പെട്ട ദൈവവിശ്വാസിയായ ഒരു അമ്മയുണ്ടെങ്കിൽ ആ കുടുംബത്തിന് ഒരു അനുഗ്രഹമല്ലേ? ഞാനിപ്പോഴാട്ടോ യേശുബ്രാനെ അറിഞ്ഞിങ്ങനെ. ഇപ്പം എൻ്റെ മോനൊക്കെ നല്ല പ്രായമായില്ലേ, അവനൊക്കെ കുഞ്ഞിലേ മുതൽ ക്രിസ്തു യേശുവിനെ പറഞ്ഞു കൊടുക്കണ്ടല്ലേ. ഇളയവൻ പിന്നെ നന്നായിട്ട് പ്രാർത്ഥനയിലായി. മൂത്തവൻ ഇപ്പം ഞാൻ കൊണ്ടുപിടിച്ച് യേശുവിനെ, കാരണം അവൻ്റെ കൊച്ചിനെ അവൻ ക്രിസ്തു യേശു വളർത്തിയാലാണ് ക്രിസ്തു യേശുവിൽ കൊച്ചു ലോക പ്രശസ്തനാവും. അപ്പോൾ അങ്ങനെ ക്രിസ്തു യേശു മക്കളെ വളർത്തണം. അപ്പോൾ യേശുബ്രാൻ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും വചനം ഓർക്കണം. ഞാൻ ഈ വചനം എപ്പോഴും നമ്മൾ ഓർക്കണം. മനസ്സിന് സ്വസ്ഥത കിട്ടാൻ, ഞാൻ നിന്റെ ദൈവമായ യഹോവ എന്ന് ഞാൻ നിന്റെ വലങ്കൈ പിടിച്ചു, നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. എല്ലാ അവസ്ഥയിലും ആട്ടോ ദൈവം നമ്മളെ വലങ്കൈ പിടിച്ചിട്ടുണ്ട്. നമ്മൾ കേൾക്കാനിട്ട ശബ്ദം, ആ ശബ്ദം കേൾക്കണം. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക, അത് വചനാണ്. അപ്പം ദൈവം സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് അകലപ്പെട്ട അവിടെ ഓർന്നു ഇവിടെ ഓർന്നു തെക്കോട്ടും മടക്കെടുത്തു ഒന്നും ഓർമ്മേ. എന്നോട് ദൈവം പറഞ്ഞ കേട്ടോ, ദൈവം പറഞ്ഞിട്ടുണ്ട്, നീ ലജ്ജിക്കാൻ ഇടവരില്ല. എൻ്റെ മുഖത്തേക്ക് നോക്കിയവൻ ആരും ലജ്ജിക്കാൻ ഇടവരില്ല, അവനെ ഞാൻ അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ യേശുബ്രാൻ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കപ്പെട്ട. അസ്വസ്ഥമായ മനസ്സുള്ളവർ യേശുബ്രാൻ മതിയായ സകലത്തിനും മതിയായ സ്തുതി സ്തോത്രം പറഞ്ഞുകൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചതായിട്ട് മനസ്സിൽ പ്രത്യാശയെ ചിന്തിച്ചുകൊണ്ട് യേശു മതിയായവെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അത് പരിഹരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ, ചുരിദാറിൻ്റെ വീഡിയോ. അതിമനോഹരമായ പാർട്ടി വെയർ ഡ്രസ്സുണ്ട്. ഇത് സോഫ്റ്റ് സിൽക്കിൻ്റെ 1699 ഒറിജിനൽ ക്രേപ്പിൻ്റെ ഷോളാണോ. ആഷ് നല്ല ബീഡ് വർക്കിൻ്റെ ലിനൻ അല്ല ഗ്രീൻ സിൽക്ക് മെറ്റീരിയലിലാട്ടോ. സെൽഫ് പ്രിൻറ്റും ഉണ്ട്, അതിലാണ് വർക്ക്. നല്ല രസമല്ലേ? നല്ല ലെങ്തൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ടോൺ ടു ടോണാണ്. ഷോള് ഒറിജിനൽ ക്രേപ്പിൻ്റെ സോഫ്റ്റ് ഷോള്, വില കൂടിയ കോട്ടൺ ബോർഡും. 1699 അല്ലേ? 1699. വർക്ക് കണ്ടല്ലോ അല്ലേ? പീച്ച്. ഇപ്പോൾ പീച്ച് കളർ ഇച്ചിരി ഡിമ്മായി തുടങ്ങി കേട്ടോ. എല്ലാവരും പീച്ച് എടുത്ത് പീച്ച് മാത്രമേ ഉള്ളൂ. ഇത് നല്ല ഫേസ് വെച്ചാട്ട് ഇതൊക്കെ നോക്കാം. ചോക്ലേറ്റ് കളറൊക്കെ വീഡിയോയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഭയങ്കര രസമാട്ടോ നേരിട്ട് കാണുമ്പോൾ. ചോക്ലേറ്റിൻ്റെ ലൈറ്റ് ഷെയ്ഡ്, ഹാൻഡ് എംബ്രോയിഡറി, നല്ല ബീഡ് വർക്കും. 1699 ഉള്ളൂ. വെബ്സൈറ്റിൽ കയറണം കേട്ടോ. വെബ്സൈറ്റിൽ ഒത്തിരി സാധനങ്ങളൊക്കെ ഇങ്ങനെ വന്നതൊക്കെ ഇടുന്നുണ്ട്, ന്യൂ ഐറ്റം ഒക്കെ. അപ്പം നേരത്തെ ഓർഡർ എടുത്തോ. ഇതിൽ എല്ലാവരും പറയും ഇതിൽ നോക്കുമ്പോൾ കിട്ടണില്ലെന്ന്.
അത് കാരണം ആദ്യം വെബ്സൈറ്റിൽ ഇട്ടേക്കാൻ നോക്കും. പക്ഷെ ആൾക്കാർ ഞാൻ കാണിക്കുമ്പോൾ എടുക്കുന്നത് എന്ത് മെനകൃതിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പാചകം അടിച്ചിങ്ങനെ വെളുത്തി പിടിച്ചാലേ എടുക്കോളുന്ന ഈ പിള്ളേർ പറയണേ. എനിക്ക് പറ്റില്ല. അപ്പോൾ നല്ല കോട്ടൺ ബോട്ടാണ്, പർപ്പിൾ കളറ്, നല്ല രസമുള്ള കളേഴ്സൊക്കെയാണ്. ഇത് എടുക്കുക. വെബ്സൈറ്റിൽ എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ താണും ഉറങ്ങിയൊക്കെ ആയിരിക്കും. ഈ കൂടെ ഫോട്ടോ എടുക്കുക. ഇനി ഓർഗൻസ വിത്ത് ലൈനിങ്, നല്ല ഫുൾ വർക്ക് കേട്ടോ. ഇതുണ്ടോ സിൽവർ ആണെന്ന് തോന്നുന്നല്ലേ അവിടെ നോക്കിയിട്ട്. വിഷുവും പെസകായും ഇത് ഗുഡ് ഫ്രൈഡേ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നാളെ ഈസ്റ്ററിന് എന്ന് വൈകിട്ടാണ് വീഡിയോ വന്നത്. ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. ക്രിസ്തു യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു യേശു നമ്മളിൽ വസിക്കുക. ആ റിയാലിറ്റി അത് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ രക്ഷവർണ്ണൻ. നല്ല ഇത് റേറ്റ് എത്രയാ? 1499 ഉള്ളൂ. വിത്ത് ലൈനിങ്, നല്ല ലെങ്ത് ഒക്കെ ഉണ്ട്. സൂപ്പർ സംഭവം. ആശ ഇപ്പം കാണിച്ചത് നേവി ബ്ലൂ ഷോള്. ഓർഗൻസ് കഴുകിയാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ കഴുകി വാഷിംഗ് മെഷീനിലിട്ട് കഴുകി ഒരു കുഴപ്പമില്ല. 1499 ഉള്ളൂ. ഫങ്ഷനൊക്കെ സൂപ്പറാണ്. നല്ല കളേഴ്സുമാണ്. പെട്ടെന്ന് ഇവിടെ ഞാൻ ഈ ഓർഗൻസിനെ വർണ്ണിച്ചിട്ടായിരിക്കും. ഇവിടെ ഭയങ്കര ചിലവാണ് ഓർഗൻസൊക്കെ. ഫുൾ വർക്കിൻ്റെ രസമല്ലേ. ബാക്കി പ്ലെയിനാണ്. കുറേ കളേഴ്സ് ഉണ്ടല്ലോ, കുറേ കളേഴ്സ് ഉണ്ട്. അപ്പം ഏതെങ്കിലും കളറൊക്കെ ഇവിടെ ഒരു ബ്ലാക്കാർ ഈ കളറല്ല ഈ കളർ എന്ന് പറയുമ്പോൾ എല്ലാവരും എടുക്കണ്ടല്ലോ. എല്ലാവരും ഇതിക്കടെ പോകുമ്പോൾ കയറണം കേട്ടോ. ഇന്നൊക്കെ മദ്രാസിൽ നിന്ന് വരുന്നവരുണ്ടായിരുന്നു. അയ്യോ എന്തല്ല ഇത് മോനമുള്ള എന്ത് രസമാണ്, എന്ത് വിശ്വാസിയൊക്കെ ആ കൊച്ച് സ്പെയിനില്ല, അതിന് കല്യാണം ഇനി അമേരിക്കയ്ക്കോ. അയ്യോ ന്യൂജനൊക്കെ എന്ത് നല്ല പ്രാർത്ഥിക്കുന്നതൊക്കെ കൊച്ചൊക്കെ. എനിക്ക് അത്ഭുതം തോന്നി. ഒത്തിരി ആരക്കാർ കടയിൽ വന്നിട്ടുണ്ട്. എന്തൊരു സന്തോഷം. എനിക്ക് വലിയ അത്ഭുതം. ഒത്തിരി അവരുടെ പേരൻസ് ക്രിസ്തു യേശു വളർത്തിയിട്ടല്ലേ എന്ത് സൗമ്യതയോടുകൂടിയൊക്കെ. എന്തൊക്കെ കേട്ടാൽ എൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് എന്നാ കുഴപ്പം, അമ്മ മാത്രമേ ഞങ്ങളുടെ കുറ്റം പറയൂ. ഇതേ ബ്ലാക്ക് ആട്ടോ. ബ്ലാക്ക് താരാട്ടോ. പ്രേമ സിനിമയോടുകൂടി ബ്ലാക്ക് ഇട്ടാ ബ്ലാക്കും വൈറ്റും വിലയല്ല, ഫങ്ഷൻ ഇടാൻ സൂപ്പറാണ്. ഈ സെമി ടെസറിൻ്റെ കാണിക്കാവേ. ഇപ്പം സെമി ടെസർ പിന്നെയും പൊങ്ങി വന്നു. ഇത് നല്ല ഈ ബഗൽപൂരി സിൽക്കിലല്ല കേട്ടോ, ഗ്രീൻ സിൽക്കിലാണ്. നല്ല മെറ്റീരിയലാണ്. ഷോളും ഇതിൻ്റെ ടോപ്പും ഇതും ഇങ്ങനെയാണ്. എന്നിട്ട് ഷോളിൻ്റെ അരികത്ത് ഇങ്ങനെ യെല്ലോ, ബോട്ടം യെല്ലോ. കോട്ടൺ അല്ല, ബോട്ടം സാൻഡോൺ അല്ല, ഇത് സോഫ്റ്റ് സിൽക്ക് ബോട്ടം. പെൻസിൽ പാൻ്റൊക്കെ അടിച്ചാൽ മതി. 1999 ഉള്ളൂ. ശരിക്കും ഫങ്ഷൻ വെയറും അല്ലാണ്ട് കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ആഷ് 20 ടോൺ. ഇതിൻ്റെ ഷോൾ ഇങ്ങനെ ബോർഡർ ഉണ്ട്. ബോട്ടം 1099. ലൈറ്റ് ആഷ് ഷോൾ. ബോട്ടമൊക്കെ പെൻസിൽ പാൻ്റ് അടിച്ചാൽ മതി. ഇപ്പം എല്ലാവരും പറയും പെൻസിൽ പാൻ്റ് അവരുടെ കൊച്ചു പിള്ളേർക്ക്. നമുക്കൊക്കെ ചുരി ബോട്ടം. പിന്നെ ചുരി ബോട്ടം നമ്മളിപ്പോൾ വലിച്ചു കയറ്റിയോ ഭിത്തിയെ താങ്ങി പിടിച്ച കാലം അതൊക്കെ കൊച്ചു പിള്ളേർക്ക്. നമുക്ക് ചുറ്റും എലാസ്റ്റിക്കുള്ള സൂപ്പർ പെൻസിൽ പാൻ്റൊക്കെയാണ്. നമ്മൾ പ്രായം കൂടുന്തോറും ചെറുപ്പത്തിയിട്ട് ചിന്തിക്കണം. നമ്മുടെ ഫിലിം സ്റ്റാർ മധു സാറ് പറഞ്ഞു കേട്ടില്ലേ, ഞാൻ എപ്പോഴും ബിന്ദു പണിക്കറിൻ്റെ ഇടയ്ക്ക് പോയിരിക്കും ചിരിക്കാൻ. സെയിം പ്രായമുള്ളവരോടൊക്കെ പറയുമ്പോൾ നിനക്ക് കാലുവേദന ഉണ്ടോടാന്ന് ചോദിക്കും. അപ്പം മറന്നുപോയ കാലുവേദനയുടെ പൊങ്ങി വരും എന്ന് പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും ചെറുപ്പത്തിയിട്ട് നോക്കാവുള്ളൂ. കാല് ശരീരമൊക്കെ പറയണ്ട അവിടെ വേദന ഇവിടെ വേദന, ആ വേദനയ്ക്ക് കീഴടങ്ങരുത്. ഈ പറഞ്ഞ ഞാനും മടിച്ചൊക്കെ ആട്ടോ, എനിക്കും ഇങ്ങനെയൊക്കെ ഇതുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ ഒരു ചെറുപ്പത്തിയിട്ട് നമ്മുടെ അല്ലാണ്ട് വയസ്സായി അയ്യോ എനിക്ക് അങ്ങനെ പിന്നെ വയസ്സായെന്ന് പറഞ്ഞ് നരച്ചിരിക്കുമ്പോൾ നരച്ച ഡ്രസ്സ് വല്ലതും കൊള്ളാവും. നമ്മൾ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇടണം.
അവർക്ക് ചെറുപ്പക്കാർക്ക് ഇപ്പോൾ ഡ്രസ്സ് ഇങ്ങനെ അവർ തിളങ്ങണ കാലമല്ലേ, അവർക്ക് ഇതുമായിട്ട് വലിയ പ്രസക്തി ഇല്ലോ. നമ്മുടെ വെച്ചാൽ തിളങ്ങാനുള്ള കാലം മുഖത്തിനൊക്കെ ഒരു വലിയ ഗ്ലാമറുള്ളൂ, ഒരു ബുദ്ധിക്കുള്ളതൊക്കെ എന്തെല്ലാം കളേഴ്സാണ്. ഞാൻ കളർ വല്ലതും പറഞ്ഞ വർത്തമാനത്തിനിടയ്ക്ക് ഇച്ചിരി മുമ്പ് കാണിച്ചത് പീച്ചും പച്ചയാണ് കേട്ടോ. ഇത് ദേ സവോള കളറും ഓറഞ്ചും. നല്ല ലെങ്തൊക്കെ ഉണ്ട് കേട്ടോ, നല്ല കോമ്പിനേഷനുകൾ, നല്ല സ്റ്റാൻഡേർഡ് സംഭവങ്ങളാണ്. ഷോളും 1099. ഒരു പ്രശ്നം എന്നാ വെച്ചാൽ വെബ്സൈറ്റിലൊന്നും ചുമ്മാ ഇട്ട് ആരും എടുക്കണ്ട. ഞാനിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കണം. എനിക്കാണെങ്കിൽ ഇപ്പം എങ്ങും പോകാൻ പറ്റൂല, ഒരു കാര്യത്തിനും പോകാൻ പറ്റില്ല, എന്നും വീഡിയോ പിടുത്തമാണ്. ഇത്രയും സെറ്റപ്പ് ഇരിക്കട്ടെ, എനിക്ക് വീഡിയോ പിടുത്തം വെറുതെ അല്ലല്ലോ, കാശ് കിട്ടൂല എന്നല്ല ഇപ്പം നിങ്ങൾ മനസ്സിലോർത്തേ. അതൊക്കെ സത്യമാണ്, കാശ് കിട്ടുന്ന കാരനാണ് ഓടണം. എല്ലാ കാര്യവും അങ്ങനെയല്ലേ. ഞാൻ പണ്ടിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ എത്ര രൂപ എന്നാലും എനിക്ക് മടി എല്ലാത്തിനും. ഇങ്ങനെ ഓർക്കുമ്പോൾ പിന്നെ ഇച്ചിരി മടി മാറും, കാശിന്നൊക്കെ ഓർക്കുമ്പോൾ അപ്പം മടി ഇച്ചിരി കുറയും. എൻ്റെ മടീനെ തോപ്പിക്കണേ ഞാൻ അങ്ങനെയൊക്കെ. മെറൂണും ഗ്രീനും നല്ല കോമ്പിനേഷനുകളല്ലേ. ഇതൊരു സിൽക്ക് ലുക്കുണ്ട്, പെൻസിൽ പാൻ്റ് അടിച്ചാൽ മതി, ഇത് കുഴപ്പമില്ല. തീച്ചു കൊടുത്ത് തേക്കാണ്ടിരുന്നാൽ മതി. എൻ്റെ പെണ്ണെ ഇതിൻ്റെ കളേഴ്സ് ഒന്നും തീരില്ല, ഇതിലൂടെ തീർന്നു അല്ലേ. ഇതുപോലെ കളറേഴ്സൊക്കെ അല്ലേ, നല്ല കളേഴ്സ് അല്ലേ. ഇപ്പം ഈ കുറച്ച് ദിവസം ഇടാണ്ടിരുന്നിട്ട് ഇപ്പം ഇതൊക്കെ കൊണ്ടുവന്ന വഴിയെ ഭയങ്കര തിരക്കാണ്, നല്ല തിരക്കിലാണ് ഇത് വിറ്റുവാണ്. ഈ ഒരു പ്രിന്റഡ് ലിനൻ സോഫ്റ്റ്. ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സ് ഇട്ടാണ്, അതിടാൻ മറന്നുപോയി. ഓടിപ്പിടിച്ച് വീട്ടിൽ നാളെ എൻ്റെ മൂത്ത ചെറുക്കൻ വന്നിട്ടുണ്ട്. അവൻ വന്നാൽ പിന്നെ എനിക്ക് അവൻ ഫുഡ് കഴിക്കും മോനെ എപ്പോഴും പുറണം. ഇളയ കൊച്ച് മണം അടിച്ചാൽ തിന്ന് നിർത്തുള്ളൂ. ഈ ചെറുക്കൻ വന്നാൽ പിന്നെ നമുക്ക് അവൻ എന്നെ കഴിക്കണേന്ന് ഓർത്തുകൊണ്ട് നടക്കണം. പിന്നെ അതെ രോഗിക്ക് നല്ല രസമില്ലേ, നമ്മൾ ഈ പ്രിന്റ് സിൽക്കിൻ്റെ ചുരിദാർ ഇടുന്ന പോലെ. ബോട്ടം ഒരു സോഫ്റ്റ് സിൽക്ക് പോലത്തെ കേട്ടോ, സെമി പ്രിന്റഡ് ഒരു സെമി സിൽക്ക് ഷോളും മെറ്റീരിയലൊക്കെ അതാണ്. വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ, 1499 ഉള്ളൂ. അതിന് നല്ലതല്ലേ ഈ പ്രിന്റഡ് ഇങ്ങനത്തെ സിൽക്ക് മോഡലൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല കളർ ചാർട്ടുകളാട്ടോ. തിരുവരുന്ന് എടുത്തോ കേട്ടോ. ഇട്ടാലും ഒരു സിൽക്ക് പ്രിന്റ് സിൽക്ക് ചുരിദാർ 4500 കൊടുക്കണം. ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു സിൽക്ക് ചുരിദാർ എടുത്ത ഒരു 4-5 വർഷമല്ലേ നമ്മളെ പ്രതീക്ഷ. ഇപ്പം ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒത്തിരി തരുമെന്ന് ഒത്തിരി സെറ്റല്ലേ. അപ്പോൾ നമുക്ക് ആ വിലയ്ക്ക് 3 സെറ്റ് എടുക്കാം. പിന്നെ സ്റ്റിച്ചിങ് ചാർജൊക്കെയാണ് പ്രശ്നം. സ്റ്റിച്ചിങ്ങൊക്കെ പഠിക്കുക, നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. 48 50 ഇട്ട് തയ്ച്ചത്. ഞാൻ ആ കൊച്ചിനെ ഫോട്ടോ എടുക്കണ കൊച്ചിനെ നോക്കണം നോക്കട്ടെ. ഞാൻ നിങ്ങളെ നോക്കും, എന്നിട്ട് എൻ്റെ കണ്ണടഞ്ഞിരിക്കുക, ഞാൻ മറന്നു പോവുകയാണ്. ആഷ് ഇത് നല്ലൊരു, ഇതിൻ്റെയൊക്കെ ഫാഷൻ പോകില്ല. ഫാഷൻ പോകില്ലാത്ത സെറ്റുകളില്ലേ, അപ്പോൾ ഒരു ഗുണമുണ്ട്. എന്തോരം കാലം കഴിഞ്ഞാലും തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ട് ലെങ്തി തയ്ച്ചാൽ കുറേ കാലം. എൻ്റെ എല്ലാ സെറ്റിനും നല്ല, ഞാൻ എല്ലാവരും പറയും ഞാൻ ഭയങ്കര പിശുക്കിയ തുണി തന്നെ ഒത്തിരി യൂസ് ചെയ്യുമെന്നൊക്കെ. ശരിക്കും ഇങ്ങനെ പിശുക്കിയ കേട്ടോ. ഈ നമ്മൾ ഇങ്ങനെ തന്നെ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ കെട്ടിയന്മാരുടെ കാശൊക്കെ ഇങ്ങനെ ഒത്തിരി ബിസിനസ് ചെയ്ത് നമ്മുടെ ഏൽപ്പിക്കാം. എനിക്ക് വേറെ ആരും എന്നെ പൈസ ഏൽപ്പിച്ച് എനിക്ക് തീർക്കാൻ വലിയ ഇഷ്ടമാണ്. ഞാൻ പണിയെടുത്തുണ്ടാക്കണം, തീർക്കാൻ വിഷമം. അതെല്ലാവരും അങ്ങനെയല്ലേ. അപ്പൻ്റെ അമ്മയുടെ കയ്യിൽ പൈസയൊക്കെ എന്തോരം നുണ പറഞ്ഞ് ഞാൻ അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ പൈസ മേടിക്കുമായിരുന്നു. അത് തന്നെ എൻ്റെ ചക്രം. മൂത്തവൻ, ഇളയവൻ പിന്നെ അങ്ങനെ മേടിക്കില്ല. മൂത്തവൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുക. അവന് ജോലി കിട്ടിയപ്പോൾ അവന് പൈസ തരലും ഇല്ല, അവർ ചിലവാക്കലും കുറഞ്ഞു. എല്ലാവരും അങ്ങനെയാണ് പണിയെടുക്കുമ്പോൾ പൈസക്കൊക്കെ എല്ലാവർക്കും വില. അപ്പോൾ നമ്മൾ ഓർക്കില്ല, ഞാൻ ഓർക്കും എനിക്ക് ജോലി കിട്ടുമ്പോൾ ഒത്തിരി പേർക്ക് ഒത്തിരി കാര്യം ചെയ്യുന്ന. നമ്മൾ ബിസിനസ് ചെയ്ത് കാശായിട്ടൊന്നും അങ്ങനെ
പിന്നെ നമുക്ക് ചെലവഴിക്കാൻ മടിയാ. അല്ലേ? നിങ്ങൾക്കൊക്കെ എങ്ങനെയാണോ? ഞാൻ വർത്താനം പറഞ്ഞ കളർ പറഞ്ഞില്ലേ, ഗ്രീൻ. ഓരോ കളറും ഓർത്തില്ല. ഇതിനു മുമ്പ് ചെയ്ത പീച്ച്. നിങ്ങൾ എന്നെക്കാളും കളർ നോക്കി കണ്ടുപിടിക്കാൻ എക്സ്പേർട്ടാണ്. ഞാൻ ഒത്തിരി കയറിയാണ് നിൽക്കണേ. വീഡിയോയിൽ നോക്കിക്കാൻ പുറകോട്ട് ഇറങ്ങണം. സ്വല്പം പുറകോട്ട് ഇറങ്ങിയേക്കാലേ. ഫ്രണ്ടൊക്കെ കാണാലോ അല്ലേ? സെയിം ഇട്ടതാന്നില്ല. നല്ല രസമില്ലേ കളേഴ്സൊക്കെ കാണാൻ? എടുത്തോ. ഈ കട എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിൻ്റെ ഒരു കടയാട്ടോ. പണ്ട് പോലെ ആൾക്കാർ പറയുന്നു, ആരോട് ചോദിച്ചാലും ടീച്ചേഴ്സ്. ദൈവമേ, ദൈവം അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യരല്ലേ. കാരണം എന്തോരം പിള്ളേരെ അവരെ പഠിപ്പിച്ച് ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ. ഞാൻ പഠിക്കുന്നതാണ്. എനിക്ക് ടീച്ചേഴ്സിനോടൊന്നും വലിയ ഇതില്ല. പക്ഷെ എൻ്റെ മൂത്ത ചെറുക്കനൊക്കെ ഇങ്ങനെ ഓരോ ടീച്ചർമാരെ പറ്റി പറഞ്ഞേക്കാം. അങ്ങനൊരു റീനാമിസൊക്കെ ഉണ്ട്. വലിയ ഇഷ്ടം ഇങ്ങനെ മാത്സൊക്കെ പഠിപ്പിച്ച് നന്നായിട്ട് പഠിപ്പിക്കുന്ന ഓരോ പിള്ളേർക്കൊക്കെ. അപ്പോൾ ഞാനോർക്കും ഞാനൊക്കെ വലിയ പഠിപ്പില്ലാത്ത കാരണം ഇത് കണ്ടോ, ഈ സെറ്റിൻ്റെ പ്രത്യേകത കണ്ടോ? സിൽക്കിൻ്റെ സെറ്റ്. ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ കട്ട് വർക്ക് ഫുള്ള്. ഒരു ബോട്ടം ഒരു നല്ല ഗ്ലോയുള്ള മെറ്റീരിയൽ. ഇതൊക്കെ ഒരു ഗോൾഡൻ കളറൊക്കെ ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ ഒരു ഫങ്ഷൻ വെയറിന് സൂപ്പറല്ലേ? നല്ല സംഭവമല്ലേ? എന്നാ വില? 1299. ഞാൻ ഈ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അബദ്ധം പറ്റുക. അതിനിടയ്ക്ക് വിലയൊക്കെ ചോദിക്കണ കാരണം ഇങ്ങനെ ദൈവം എന്തോരം തെറ്റുകണ്ണൊക്കെ പിടിച്ചാണോ ഇരിക്കണേ. 1299. നല്ല സെറ്റ്. ആ ലെന്ത് ഇഷ്ടം പോലെ. നല്ല പേസ്റ്റ് ചാട്ടാട്ടോ അത്. നല്ല പേസ്റ്റ് കളേഴ്സ്. ഒരു പ്രാവശ്യമുള്ളൂ. ഇതൊക്കെ എന്താണെന്ന് അറിയാൻ പാടില്ല. കാരണം ഒത്തിരി ഓർഡർ കൊടുക്കൂല. റീസ്റ്റോക്കൊക്കെ എന്നത്തെ കാലത്ത് കിട്ടുമെന്ന് പറയാൻ പാടില്ല. 1299 ഉള്ളൂ. നല്ല സെറ്റാണ്. കണ്ടല്ലോ, ഇത്രയും നിങ്ങൾക്ക് കടയിൽ പോയി ഇങ്ങനെ വിശദീകരിച്ചെടുക്കാൻ പറ്റുമോ? ഇപ്പോൾ ഓൺലൈനിൽ എടുക്കണതല്ലേ നല്ലത്. ഇപ്പോൾ ഓൺലൈൻകാർ ഇവിടെ വന്നവർ ചിലപ്പോൾ ഇതിലെളുപ്പം നമുക്ക് ഓൺലൈനിൽ എടുക്കണതാണ്. വീഡിയോ കണ്ടേ ഓർഡർ ചെയ്യുമ്പോൾ കിട്ടാത്തത് എൻ്റെ കുഴപ്പമില്ല. വെബ്സൈറ്റിൽ ആദ്യം കയറിപ്പം വെബ്സൈറ്റൊക്കെ പഠിക്കാം. ഈ പറഞ്ഞ എനിക്കറിയാവുന്ന ചോദിക്കട്ടോ. എനിക്ക് വെബ്സൈറ്റിൽ കയറാൻ, നമ്മുടെ സൈറ്റിൽ കയറാനറിയാം. പക്ഷേ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഒരിടത്തും അങ്ങനെ പറഞ്ഞുകൊണ്ടാ. പഠിക്കണം. ഒന്നും അറിയാൻ പാടില്ലെന്ന് പറഞ്ഞത് ഗമയുടെ കുറവാണ്. എല്ലാം അറിയാമെന്ന് പറഞ്ഞു. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവള്. വെബ്സൈറ്റിലൊക്കെ കയറി പിടിക്കുകയാകും ഞാൻ. വെബ്സൈറ്റും മൊബൈലിലും ഒന്നും അറിയാൻ പാടാത്ത ഇത്രയും ഓൺലൈനും വെബ്സൈറ്റും ഒക്കെ തുടങ്ങിയില്ലേ? യേശുവിൻ്റെ കൃപയാൽ നിങ്ങളുടെ സഹായം നിങ്ങളിൽ കൂടി ശമ്പളൻ ഈ ക്ഷാമകാലം എന്നെ ക്ഷേമത്തോടു കൂടി കൊണ്ടു നടക്കണം കേട്ടോ. 1299 സൂപ്പർ സെറ്റ്. കണ്ടിട്ടില്ലോ ഈ സൈസ്? നമ്മൾ ആദ്യം കാണിക്കുന്നത് അടിപൊളി സെറ്റ്. അടിപൊളി നല്ല പേസ്റ്റ് കളേഴ്സ്. ഒരു കളറിട്ട് തന്നെ ലക്ഷ്യമിടരുത്. മലയാളികൾക്ക് ഒരു മനസ്സായത് കാരണം എല്ലാവരും ഒരു കളർ തരാവുന്നേക്കും. 5 കെട്ടിട്ട് 5 കളറിലേ കിട്ടുള്ളൂ. ഇത് ദൂരം ലോകം മുഴുവനും വീഡിയോ കാണുമല്ലേ? ഇനി ജോർജറ്റിൻ്റെ വിത്ത് ലൈനിങ്, വിത്ത് ലൈനിങ് ഉള്ള ഷോള് ഫുൾ വർക്കുള്ള സെറ്റ്. കഴിഞ്ഞ ദിവസം ഷോളിന് നീളയില്ല, ഷോളിൽ വർക്കില്ല എന്നൊക്കെ പറഞ്ഞത്. ആ വിലയേ ഉള്ളൂ, 650 ഉള്ളൂ. ഇത് 1190. ഒരു അടിപൊളി സോഫ്റ്റ് ഷോള്, നല്ല സെറ്റ്. 1190 ഉള്ളൂ കേട്ടോ. ആഷ്, നല്ല കളേഴ്സ്. ഷോൾ എന്നാ സോഫ്റ്റാണെന്നറിയാമോ? നല്ല ക്വാളിറ്റിയുള്ള ഷോൾ കേട്ടോ. ഇടാനും പിള്ളേർക്ക് സുഖം. ഇട്ട് കണ്ടാലും നല്ല ആട്ടോ. 1190 ഉള്ളൂ. നല്ല പേസ്റ്റ് അച്ചാട്ടുകളാണ്. ഇത് ലൈറ്റ് ആഷ്, ഗോൾഡൻ. ഗോൾഡനൊക്കെ ഇട്ടാൽ നല്ല അവരുടെയൊക്കെ ഗോൾഡൻ സാരി എടുത്ത് സ്വർണ്ണം ഇട്ട് പിള്ളേരെ കാണുമ്പോൾ സ്വർണ്ണക്കിളി പോലെ ഇരിക്കും.
കർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നോക്കിയിട്ട് കണ്ണൊക്കെ എങ്ങനെ ഇരിക്കുമോ. പേസ്റ്റൽ പിങ്ക് സമയത്തിന് 20 എനിക്ക് സ്പീഡായില്ലേ? ഇപ്പൊ സ്പീഡിനൊന്നും കുഴപ്പമില്ല, വർത്താനവും പറയുന്നുണ്ട്, സെറ്റുകളും കാണിക്കുന്നുണ്ട്. പിന്നെ ഇനി ഒരു വെറൈറ്റി കോട്ടൺ സെറ്റ്, സൂപ്പർ സെറ്റാട്ടോ, സൂപ്പർ അടിപൊളി വരാൻ പോയി. സിനിമയുടെ ഒക്കെ ഇത് ലെറ്ററായാൽ കാണിക്കില്ലേ, ദിവസം കൂടി ഇനി നിങ്ങൾക്ക് ചിരിക്കാനൊരു വകയായി. അതുപോലെ സൂപ്പർ വരുന്നു. യേശുവെ ചിലർ വിളിച്ചു പറയും വീഡിയോ ചിരിക്കാൻ വേണ്ടി തന്നെ ഓൺ ചെയ്യുമെന്ന് പറഞ്ഞു. ആ അവസ്ഥയിൽ ഞാനത് അറിയാണ്ട് ദൈവമേ തെറ്റിപ്പോയതാട്ടോ. വായിലൊക്കെ വന്നത് പൊട്ടത്തരങ്ങളല്ലേ. നല്ല സൂപ്പർ കോട്ടാ ഷോള് കണ്ടോ, അടിപൊളി കോട്ടാ ഷോള് യോക്കിൽ കാണാം. എന്ത് ഭംഗിയാ നോക്കി. ബോട്ട് ഇത് റേറ്റ് എത്ര? റേറ്റ് കേട്ടാ ഇപ്പം എല്ലാവരും മേടിക്കും. 1190. ഷോളയിലൊക്കെ നല്ല നല്ല ബ്രാൻഡ് സെറ്റാട്ടോ. നല്ല അടിപൊളി സെറ്റുകളല്ലേ കാണിക്കണേ, നല്ല നല്ല സെറ്റുകളല്ലേ. യേശുവിൻ്റെ കൃപയാട്ടോ എനിക്കിങ്ങനെ സെറ്റ് കിട്ടണത്. 5-8 സെറ്റ് ഒരു വീഡിയോയിൽ കാണിക്കാൻ പുതിയത് കിട്ടുക എന്ന് പറഞ്ഞാൽ ദൈവകൃപ എന്ന് പറഞ്ഞാൽ മാത്രം മതി. കോട്ടൺ നല്ല കോട്ടൺ ബ്ലാക്ക് ബോട്ടം ഉണ്ടോ. യോക്കിൽ ഇങ്ങനെ വർക്കൊക്കെ നല്ലൊരു ഗ്രാൻഡ് ലുക്കും തോന്നിക്കും. സിൽക്കി കോട്ടയുടെ സൂപ്പർ ഷോൾ 1199 ഉള്ളൂ എന്ന് നോക്കാം അല്ലേ. 90 ഉള്ളൂ കേട്ടോ. അമ്പൂര് ഞാൻ അറിയാണ്ട് കൂട്ടി പറഞ്ഞ. അടിപൊളി സിൽക്കി കോട്ടയുടെ ഷോളും അതിമനോഹരം. നമ്മുടെ ഇപ്പം ഞാൻ ഓൺലൈൻ എടുത്തു തുടങ്ങിയ സ്ഥിരം കസ്റ്റമേഴ്സ് ഓൺലൈൻ തന്നെയായി. യേശുവിൻ്റെ കൃപയാൽ നമ്മൾ. അപ്പോൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. യൂട്യൂബിൽ ചിലർ വരുമ്പോൾ ചോദിക്കും ഇപ്പോൾ വീഡിയോ ഇടാറില്ല, അത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടമാവും. യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷനൊക്കെ വരില്ലേ, അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യട്ടോ. ആ പിള്ളേരുടെ ഇട്ടൊന്ന് കൊടുക്കാം. കുഞ്ഞിക്കുടാപ്പികളെ എനിക്ക് ഒത്തിരി കുഞ്ഞിക്കുടാപ്പികളുണ്ട് ഇത് കാണുന്ന അമ്മമാരുടെ കൂടെ കാണാൻ. ആ ഫോൺ എടുത്തൊന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ. ഇനിയുണ്ടോ അതിൻ്റെ കളറ്? നല്ല കളേഴ്സാ അല്ല, നല്ല കോട്ടണും കോട്ട ഷോളും ഈ റേറ്റിന് എന്ത് സൂപ്പറാ. നല്ല കോട്ടൺ ബോട്ടം. ഈ ബോട്ടം തയ്ക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇന്ന് ഇട്ടേക്കണ കോട്ടയുടെ ബോട്ടം ഇതാ. അത് ഞാൻ എപ്പോഴും പറയില്ല, ഇത് ബോട്ടം അടിക്കാൻ കുഴപ്പമില്ല. ഞാൻ ചുറ്റും എലാസ്റ്റിക് ഇട്ട് പെൻസിൽ ഫാൻ അടിച്ചു, ഒരു കുഴപ്പമില്ല. അടിപൊളി സെറ്റുകൾ ഇനിയും വെച്ചേക്കുവാ. ഇത് കണ്ടോ, കൈക്ക് ഒരു മാറ്റിയിട്ടിട്ടുണ്ട്. 3/4 കൈക്ക് തയ്യും. നല്ല കോട്ടൺ, അതിൽ ഫുൾ വർക്ക്, അടിയിലൊക്കെ ഇത്രയും വർക്കുണ്ട്. നല്ല കക്കോബ ടോപ്പ്, കക്കോബ പ്രിന്റ്. എന്നിട്ട് ബാത്തിക്കിൻ്റെ ഷോള് 1499 ഉള്ളൂ കേട്ടോ. നല്ല ബാത്തിക്കിൻ്റെ ഷോൾ. ലെങ്തും ഉണ്ട്. ലെങ്ത് ഒരു 45-46 കിട്ടും. 1499. നല്ല കോട്ടൺ ബാത്തിക്കിൻ്റെ ഷോളും ബോട്ടമാണ്. ആഷ് ബോട്ടൽ 1499.
1499 പിങ്ക്. മുഖം നല്ല കളറിലെ പിങ്ക് ഇടുമ്പോൾ ഈ പീച്ച് ഇടുമ്പോൾ മുഖം പീച്ച് പോലെ. നല്ല കോട്ടൺ ഷോൾ ചോദിച്ചു വരണ മനുഷ്യരുണ്ട്. അവരുടെയൊക്കെ ബെത്ത ശ്രദ്ധയ്ക്ക് ഹക്കോബ ടോപ്പും ബാത്തിക് ബോട്ടവും. ഇത് വേണമെങ്കിൽ ടോപ്പ് അടിച്ചോ, വേണമെങ്കിൽ. വേണ്ട, ഇതിലിങ്ങനെയൊക്കെ കോമ്പിനേഷനുള്ളപ്പോൾ ഈ ബോട്ട് അടിക്കണമെങ്കിൽ ഭംഗി. പോക്കറ്റൊക്കെ വെച്ച് പെൻസിൽ ബാൻഡ് അടിക്കും. പിന്നെ നമുക്ക് ബേജ് കളറോ അല്ലെങ്കിൽ ഫുൾക്കാരിയുടെ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതല്ലേ. ഇതിനൊരു ടോപ്പ് കൂടി എടുക്കണം. ഷോളും കണ്ടല്ലോ. അപ്പോൾ ഈ സെറ്റ് എടുക്കുമ്പോൾ ഒരു ടോപ്പ് ഇങ്ങനെ ബേജ് കളറോ തന്നെ എടുത്താൽ സൂപ്പർ ഹിറ്റാണ്. മാറ്റി വെച്ചേക്കോ. സെറ്റുകൾ കുറേ ഇരിപ്പുണ്ട്. എല്ലാം പുതിയ കെട്ട് വന്നതാണ്. ഇത് റീസ്റ്റോക്കാണ്, എന്നാലും ഡിഫറൻസ് ഒക്കെ ഉണ്ട്. കാണിച്ചിട്ടുണ്ട് യോക്കിൽ ഇങ്ങനെ. ഇത് താഴെ വേണമെങ്കിൽ അങ്ങനെ വരുത്താം. കോട്ടൺ ബോട്ടം. $999 എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട റേറ്റ് ആട്ടോ. ഷോളിൻ്റെ ബോർഡറൊക്കെ ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് ടോപ്പ് പോലെ. $999 നല്ല സെറ്റാണ്. എല്ലാം പെട്ടെന്ന് എടുത്തോ. ബേജ് കളറ്. ഇത് ബേജല്ലേ? ഇത് ബേജാ. ഇതിന് ഞാൻ ബേജ് കളർന്ന് പറയണത്. ഒരു ഞെട്ടുക ബേജെന്നുണ്ട്. ബേജിൻ്റെ ഡാർക്ക് ശരിക്കും നല്ല കളറിലായി. നല്ല സെറ്റുമല്ല. $999 ഫങ്ഷൻ വെയറും ആണ്, കാഷ്വൽ വെയറും ആയിട്ടില്ല. എല്ലാവരും പേസ് ചാട്ടാണ്. നല്ല പേസ് ചാട്ട. കോട്ടൺ ബോട്ടാട്ടോ. കോട്ടൺ ബോട്ടം തയ്ക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഡൈ ചെയ്തുണ്ടാക്കിയിരിക്കുന്ന കളറാണ്. കോട്ടനാണ് ബോട്ടം എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ബോട്ടം അന്വേഷിക്കാൻ നോക്കിയാൽ കിട്ടില്ല കേട്ടോ. ഈ ഡൈ ചെയ്യുന്നത് കോട്ടണിലും സാൻഡോണിലും പിന്നെ ഒരു ചെറിയ തിളക്കുള്ള തുണിയില്ലേ, അങ്ങനെ കുറച്ച് തുണിയെ ബോട്ടത്തിന് പറ്റുള്ളൂ. അതൊക്കെ മിക്ക സെറ്റിലും തന്നെ ഡൈ ചെയ്യുന്ന കളേഴ്സിൽ. ഇതിൻ്റെയൊക്കെ കളർ പോകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെല്ലാം കൂടെ കഴുകിയിട്ടൊന്നുമല്ല. ബുദ്ധിപൂർവ്വം യേശുവെ പ്രാർത്ഥിച്ചിട്ട് തുണി എടുത്താൽ മതി. നമ്മളെ ആരും പറ്റിക്കാണ്ടിരിക്കാൻ എപ്പോഴും പ്രാർത്ഥിക്കുക. എന്ത് ചെയ്യുമ്പോഴും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരായിരിക്കും. തുണി എടുക്കുമ്പോഴേ എനിക്ക് ഇഷ്ടമുള്ളത് യേശുവെ സെലക്ട് ചെയ്ത് തന്നെ പരിശുദ്ധാത്മാവെ അപ്പാ സഹായിക്കണേ. പിന്നെ ആരും പറ്റിക്കില്ലോ. എല്ലാ കാര്യത്തിലും അങ്ങനെ വേണം. ഞാനും ഇപ്പം എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ നമുക്കറിയില്ലോ, അപ്പാ പിതാവേ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണേ, പെട്ടെന്ന് വിറ്റുകൊണ്ട് തുണി കാണിച്ചു തന്നെ, ഒരു കുഴപ്പമില്ലാത്ത നല്ല തുണി കാണിച്ചു തന്നെ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണ്ടേ. നിങ്ങളൊക്കെ എങ്ങനെ പ്രാർത്ഥിക്കും? അപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാകും. കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രാർത്ഥിച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ചേമ്പ് വറുത്തരച്ച് വെച്ചിട്ട് എല്ലാവരും എന്ത് രുചിയാന്ന് പറഞ്ഞു അപ്പടി നിന്ന് നിർത്തും. എപ്പോഴും ഇപ്പോൾ അത് കാരണം കറി ഉണ്ടാക്കണ വഴി പരിശുദ്ധാത്മാവെ സഹായിക്കണം. എല്ലാ കറിക്കും ഇപ്പോൾ ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അത് ടേസ്റ്റാകാനുള്ള വിധി കണ്ടുപിടിച്ചു. ഞാൻ ആ ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇത് ജീവിതത്തിൽ ഈ വിജയത്തിയിട്ട് നിങ്ങളെ കൊണ്ടുപോകണം ഈ വലിയൊരു ടിപ്പാണ്. പരിശുദ്ധാത്മാവെ അപ്പാ സഹായിക്കണമെന്ന് പറഞ്ഞ് എന്ത് ചെയ്താലും വിജയിക്കും കേട്ടോ. ഈ ടിപ്പ് പറഞ്ഞു തന്നതിന് നിങ്ങളെനിക്ക് നിങ്ങൾ സ്നേഹം തന്നാൽ മതി. ഇതിക്കടെയൊക്കെ പോകുമ്പോൾ കയറണം. പിന്നെ തുണിയൊക്കെ എടുക്കണ്ടല്ലോ. ഒന്ന് ഷെയറൊക്കെ ചെയ്ത് സഹായിക്കണം. അപ്പോൾ യേശുക്രാൻ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.